ഖം എന്ന് പറയുകയാണെങ്കിൽ, ഖം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ആകാശം എന്നാണ്. അപ്പോൾ സുഖം എന്ന് പറഞ്ഞാൽ നല്ല ആകാശം എന്നർത്ഥം. ദുഃഖം എന്ന് പറഞ്ഞാൽ ദുഷിച്ച ആകാശം എന്നർത്ഥം. എല്ലാവർക്കും സുഖം അല്ലേ എന്ന് ചോദിക്കട്ടെ? സുഖമല്ലേ? ഗുരുതുല്യനായിട്ടുള്ള MK സാനു മാസ്റ്റർക്ക് എൻ്റെ നമസ്കാരം. വേദിയിലും മുന്നിലുമുള്ള മറ്റ് ബഹുമാന്യർക്ക് നമസ്കാരം. എനിക്ക് എന്നും ലാലേട്ടൻ എൻ്റെ പ്രിയപ്പെട്ട ചേട്ടനാണ്. ഭൂമിയിൽ നിന്ന് ഒരു കുട്ടി എങ്ങനെയാണോ അങ്ങ് അകലെയുള്ള സൂര്യനെ കണ്ട് ആശ്ചര്യപ്പെടുന്നത്, ആരാധിക്കുന്നത്, ആ പ്രകാശം വേണം എന്ന് പ്രാർത്ഥിക്കുന്നത്, ആ രീതിയിലാണ് ഞാൻ അനിയൻ എന്നുള്ള രീതിയിൽ ലാലേട്ടനെ എപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സൂര്യ തേജസ്സായിട്ടുള്ള ചേട്ടൻ്റെ അനിയൻ എന്നുള്ള അഭിമാനത്തോടു കൂടിയാണ് ഞാനിവിടെ ഇന്നിവിടെ നിൽക്കുന്നത്. സൂര്യൻ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും പ്രകാശം കൊടുക്കുന്നതാണ്. അത്തരത്തിലുള്ള ചില പ്രകാശങ്ങൾ ഈ അനിയനും കിട്ടിയിട്ടുണ്ട് ആ സൂര്യ തേജസ്സിൽ നിന്ന്. എൻ്റെ ഹൃദയരാഗങ്ങളായിട്ട് പലപ്പോഴും സംഗീതം ആ തേജസ്സിൽ നിന്നും ഒഴുകി വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണെങ്കിൽ അമ്മ മഴക്കാറ് എന്ന് പറയുന്ന പാട്ട് ഒഴുകി വരുന്നത്. അല്ലെങ്കിൽ അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നലെ എൻ്റെ നെഞ്ചിലെ എന്ന് പറഞ്ഞ പാട്ട് ഒഴുകി വരുന്നത്. അല്ലെങ്കിൽ പ്രണയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കൊണ്ടുവരാം കൊണ്ടുവരാം എന്നുള്ള പാട്ട് ഓർക്കപ്പെടുന്നത്. ഒരു മകളെക്കുറിച്ച് ഓർക്കുമ്പോൾ പിന്നെ എന്നോടൊന്നും പറയാതെ എന്ന് പറഞ്ഞ പാട്ട് ഓർക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എത്രയെത്രയോ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയിൽ ലാലേട്ടൻ എന്നും ഒരു അത്ഭുതമാണ്. മാത്രമല്ല ലാലേട്ടൻ പൂജപ്പുരക്കാരനാണ്, ഞാനും പൂജപ്പുരക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബവും എൻ്റെ കുടുംബവും തമ്മിലുള്ള ബന്ധം എത്രയോ വർഷത്തിൻ്റെതായിട്ടുള്ള ബന്ധമുണ്ട്. അങ്ങനെ ലാലേട്ടനെ കുറിച്ചുള്ള ഒരു അപൂർവ സുന്ദരമായിട്ടുള്ള പുസ്തകം അത് ഇന്ന് പ്രകാശനം ചെയ്യുമ്പോൾ ഇതിനെയാണ് ഞാനെപ്പോഴും ഗുരുവരാനുഗ്രഹം എന്ന് പറയുന്നത്. മഹാകവി പി പറയുന്നത് പോലെ കെട്ടുന്ന വേഷത്തിനേതിനും ഒന്നാണ് ലക്ഷ്യം, ഗുരുവരാനുഗ്രഹ പ്രീണനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് എനിക്ക് ശരിക്കും അർഹതയുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഏറ്റുവാങ്ങാനായിട്ട് എനിക്കിവിടെ ഇടം തന്ന അതാണ് ഗുരുവരാനുഗ്രഹം. അത് ഡോക്ടർ ജഗ്ഗുസ്വാമിയിലൂടെയാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ലാലേട്ട, ഈ നിമിഷത്തിന് ഞാൻ എൻ്റെ ഗുരുക്കന്മാരെ നമസ്കരിക്കുന്നു. ലാലേട്ടൻ്റെ ആ കല എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. യൂസഫ് അലി സാറിൻ്റെ ഒരു വാചകം അല്ലെങ്കിൽ കവിത, പ്രഭാതത്തിലെ നിഴല് പോലെ ആദ്യം അകന്നു നിൽക്കും കല, മധ്യാഹ്ന നിഴല് പോലെ പിന്നെ നമ്മുടെ അടുത്ത് വരും, പിന്നെ ഒന്നായി ചേരും. അതാണ് ഈശ്വര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഈശ്വരീയം പൂർണ്ണമായും നമ്മൾ ഉൾക്കൊണ്ട് അത് കാണുന്ന ആ പ്രഗത്ഭനായ സൂര്യനെ, ലാലേട്ടനെ ഒരിക്കൽ കൂടി നമസ്കരിക്കുന്നു. ഈ പുസ്തകം അത് നമുക്ക് തന്ന സാഹിത്യത്തിൻ്റെ കാഴ്ച, അതിലെ സംഗീതം ഉൾക്കൊള്ളുന്ന സാനു മാസ്റ്ററെയും ഞാൻ നമസ്കരിക്കുന്നു. നമസ്തേ.